ധാരാളം വ്യക്തിത്വങ്ങൾക്കിടയിൽ നിന്ന് പഠിക്കാൻ അവസരം കിട്ടിയ, അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂടിയായ ടി ജോസഫ് സാർ. ഞാൻ വയനാട് മീനങ്ങാടി സെന്ററിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലെ 1-2 പേര് മാത്രമായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. ജോസഫ് സാറിന്റെ നേരിട്ട് ഓഫ്ലൈനിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഗാന്ധിയുടെ മാർഗത്തിൽ, ഗാന്ധിയുടെ വഴികളിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ. എല്ലാവരും ഗാന്ധിയൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗാന്ധി ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടേണ്ട ഒരാളാണ്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം ഗാന്ധിയും ഗാന്ധിയുടെ ആശയങ്ങളും. കാരണം ഒരു സമയം കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ കേൾക്കുന്നത് മഹാത്മാഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ച ഒരാളായിരുന്നു എന്നൊക്കെ ആയി മാറും. കാരണം പലതരം കോൺസ്പിറൻസി തിയറികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 12 വർഷത്തിലധികമായിട്ട് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് നയിക്കുന്ന ജോസഫ് സർ, അദ്ദേഹം PhD എടുത്തോ സർ? ഫൈനൽ ശ്രമത്തിലാണ്. മിക്കവാറും അടുത്ത കോൺവെക്കേഷന്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് അദ്ദേഹത്തെ പ്രൊഫസർ എന്ന് മാറി ഡോക്ടർ എന്നും കൂടെ ചേർത്ത് വിളിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കൗൺസിലിംഗിന്റെ തുടക്കത്തിൽ ഞങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞകളിൽ ഒന്നാണ് നിങ്ങളുടെ പ്രൈവസി. അതായത് മുമ്പിൽ വന്നിരിക്കുന്ന ക്ലയന്റിന്റെ പ്രൈവസി 101% ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനുകളൊന്നുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ആ പ്രതിജ്ഞ എടുത്താണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഉപദേശമല്ല കൗൺസിലിംഗ് എന്നാണ് ഞങ്ങൾ രണ്ടാമത് പഠിക്കുന്നത്. ആരെയും ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും. ഒരിക്കലും ഉപദേശം എന്ന ഒരു പ്രോസസ് അല്ല കൗൺസിലിംഗ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേടൻ ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയ വ്യത്യസ്തമായ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന ഈ ജൻസി പിള്ളേരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഒരു കൗൺസിലറായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ നേരിടുന്ന, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.